നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ മുന്നിൽ വന്നാലെന്നും വസന്തമേ, മകന്തപ്പൂവിൻ കന്നിത്തേനേ, നീലാമ്പലേ നാണം കണ്ടല്ലേ, ഉള്ളിൽ മോഹം കൊണ്ടല്ലേ. എന്താ ഇതും പോയിരിക്കോ? എവിടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. എന്താ കുത്തു വെച്ചിരുന്ന ഇതെന്തിനാ? ഇതും കൂടി ചുരണ്ടി അടുത്തേക്ക്. ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കണം. ഓ ശരി. നീ അടവെള്ളത്തിട്ടായിരുന്നോ? അതൊക്കെ എപ്പോഴേ ഇട്ടു. അല്ല ചേച്ചി, ഇന്നെന്താ പ്രത്യേകത? ആരുടെയെങ്കിലും പിറന്നാളാണോ? അടപ്പായസമൊക്കെ ഉണ്ടാക്കുന്നു? പിറന്നാളൊന്നുമല്ല. ദർശന IPS പരീക്ഷ കഴിഞ്ഞു വരുമ്പോ ഒരടപ്പായസം വെച്ചു കൊടുക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാ കുറച്ചു ദിവസം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിനാ ഇതുണ്ടാക്കുന്നത്. ഇതിലൊരു പാഷ്വാലിറ്റി ഉണ്ടല്ലോ ചേച്ചി. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സന്തോഷം വന്നാല് ഇങ്ങനെ പായസവും പരിപാടിയൊന്നും കാണാറില്ല. രാജി, ഇതൊന്ന് കഴിയച്ചേ. എന്നിട്ടേ നീ ആ പാലിങ് എടുക്ക്. അതെ, എനിക്കങ്ങനെ ആരോടും ഒരു വേർതിരിവുമില്ല. നിന്റെ കഴിഞ്ഞ പിറന്നാളിനെ നിനക്ക് പാലട പായസം ഉണ്ടാക്കി തന്നത് നീ മറന്നുപോയോ? അത് പിറന്നാളല്ലേ, ഇത് പിറന്നാളൊന്നും അല്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാനേ പിറന്നാൾ വേണമെന്നൊന്നുമില്ല, അല്ലേ ചേച്ചി? രാജി, നീ തേങ്ങ ചിരണ്ടിയാ മതി, വെറുതെ എന്നെ കയറി ചിരണ്ടാൻ നിക്കല്ലേ. അവളുടെ കൂട്ടത്തിലൊരു കാര്യം പറച്ചില്. അതെ, ഞാൻ പായസം ഉണ്ടാക്കി തരും, വേണമെങ്കിൽ രണ്ടുപേരും കഴിച്ചോണം. കുശുമ്പെടുത്ത് നിൽക്കാതെ അടുപ്പിൽ ആ ഉരുളി എടുത്തു വെക്ക്. എനിക്ക് കുശുമ്പൊന്നുമില്ല, പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എല്ലാരും കൂടി അവക്ക് പായസം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണല്ലേ. ഇവളുമാരോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ എല്ലാം കേട്ടു. അവൾ IPS പരീക്ഷ എഴുതിയതിനുള്ള സന്തോഷമാണോ, അതോ എന്നെ ആ വൃത്തികെട്ട കോഴി ഫാമിൽ കൊണ്ടിട്ട് എന്റെ സന്തോഷത്തിനാണോ ഈ പായസം വെക്കുന്നത്? എല്ലാവരും കൂടി എനിക്ക് പണി കിട്ടിയത് ആഘോഷിക്കുകയല്ലേ. നിനക്ക് എന്തു പറ്റിയിരിജേ? ഇന്നലെ ആ കോഴി ഫാമില് ഒരു രാത്രി കിടന്നതോടെ നിന്റെ കിളി അങ്ങ് പോയോ? ഗീതമ്മേ, എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. ഞാൻ നിന്നെ കളിയാക്കിയതല്ല ഗിരിജേ, നിന്റെ പെരുമാറ്റം കണ്ടതുകൊണ്ട് ചോദിച്ചതാ. നീ നല്ലൊരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യം. നിന്റെ സമനിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്നെ കണ്ട അങ്ങനെ തോന്നൂ? പറയേ. മനസ്സിന്റെ നിയന്ത്രണം വിട്ടവള ഞാനെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം മുട്ടക്കറിയും. അതെന്താ, പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ?
എവിടെയാടി? ആര്? നിനക്കെന്താ ഇവിടെ കാര്യം? ഇത്രയും ദിവസം നിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ. മാഡം അല്ലേ എനിക്ക് ലീവ് തന്ന് പറഞ്ഞു വിട്ടത്. ലീവ് തീർന്നപ്പോ ഞാൻ തിരിച്ചു പോന്നു. ലീവ് തീർന്നപ്പോ തിരിച്ചു വരാൻ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ലല്ലോ. എനിക്കേ പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കി വെച്ചേക്കണം, മനസ്സിലായോ? ഇതമ്മേ, നിനക്കിപ്പോ എന്താ വേണ്ടത്? പുട്ടും മുട്ടക്കറിയല്ലേ? അത് ഞാൻ ഉണ്ടാക്കി തരാം. നീ അവിടെ പോയിരിക്കെ. ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. വിളിക്കണം. വിളിക്കാന്ന്? എനിക്ക് പുട്ടും മുട്ടക്കറിയും കിട്ടിയില്ലെങ്കിൽ ഈ അടുക്കളയും എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. അവക്ക് വീണ്ടും വട്ടളയുന്ന തോന്നുന്നേ. രാജി ഇങ്ങോട്ട് മാറിയേ. ഞാൻ ആകെ പേടിച്ചു പോയി. തട്ടിക്കൊണ്ടു പോയവരെ ശരിക്കും മർദ്ദിച്ചു കാണും. തല എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചും കാണും. അതോടെ നേരത്തെ കൂട്ടിൽ പിടിച്ചിട്ട കിളി കൂടും വിട്ട് പറന്നുപോയി. ചേച്ചി എന്തായാലും പെട്ടെന്ന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്ക്. ചിലപ്പോ തിരക്ക് വീണ്ടും വരും. IPS പരീക്ഷ എഴുതിയതിന് പായസം ഉണ്ടാക്കുന്നു. നിക്കടി അവിടെ. രാജചേച്ചി, എന്തോ? ആ ചൂലിങ് എടുത്തേ. എന്തിനാ കുഞ്ഞേ? ഇവിടെ കുറച്ച് മാറാല ഇരിപ്പുണ്ട്, അതൊന്ന് അടിച്ച് വൃത്തിയാക്കണം. ആ കുഞ്ഞേ, ആ മാറാല എവിടെ? ഞാൻ അടിച്ച് വൃത്തിയാക്കാം. വേണ്ട, ആ ചൂലിങ് തന്നാ മതി. മാറാല ഞാൻ അടിച്ച് വൃത്തിയാക്കിക്കോളാം. താ. വേണ്ട കുഞ്ഞേ, ഞാൻ അടിച്ചോളാം. ഈ മാറാല അടിച്ചു കളയേണ്ടത് ഞാനാ. ഇങ്ങതാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീ എന്തിനുള്ള പുറപ്പാടാ? ഒരുപാട് നാളായി കട്ട പിടിച്ചിരിക്കുന്ന ചില അഴുക്കുകളുണ്ട്, അതൊക്കെ അടിച്ച് വെളിയിൽ കളയണം.